ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കറിയാലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ഒരു ചോദ്യം പോലും നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. ഏത് ചോദ്യം എപ്രകാരം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലാതെയോ വരിക എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? പട്ടികജാതിയാണ്, ശ്രദ്ധിക്കണേ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14 എണ്ണമാണ് കേട്ടോ. 14 എണ്ണം. പട്ടികവർഗമല്ല, പട്ടികജാതിയാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ്? 2005 ആണ് കേട്ടോ. 2005. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് 2005 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? അത് ജൂൺ സെപ്റ്റംബർ മൺസൂൺ കാലമാണ് കേട്ടോ. ജൂൺ സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ്, കേരള പഞ്ചായത്തി രാജാണ്, മാറിപ്പോരുത്. കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് 1994. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത്. അടുത്തത്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചിട്ടുള്ളത്? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാട് രചിച്ചിട്ടുള്ളതാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. ഇനി 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് എപ്രകാരമാണ് പ്രകടിപ്പിച്ചത്? വെണ്ണീജ ഭരണം എന്നാണ്. തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ചോദ്യത്തെ അപ്രകാരം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രേംജിയാണ്. പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എന്തായിരുന്നു ആശയം? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ആർക്ക്? ശ്രീമൂലം തിരുനാളിന്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. പൊയ്കയിൽ കുമാരഗുരുദേവൻ. മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്കാണ്, ഓർത്തിരിക്കുക, മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്കാണ് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? കുമാരഗുരുദേവനാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി
കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ വെച്ചാണ്. പയ്യന്നൂർ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂർ വെച്ചാണ്. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1904 അധസ്ഥിതർക്കു മാത്രമായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28-നാണ്. 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം എപ്പോഴാണ്? 1941 മാർച്ച് 28. അടുത്തത്, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. സ്ഥലവും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാർഷ്യലി തെറ്റായിട്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് കേട്ടോ. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്നത് വകുപ്പ് 16-ലാണ്. 16-ാം വകുപ്പിലാണ് അവസര സമത്വം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. നോക്കാം. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ന്യായവാദാർഹമല്ലെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. അതെ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. ഭാഗം 4-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഭാഗം 3-ലാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നോക്കാം. ന്യായവാദാർഹമാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കൊമ്പല്ലാണ്. കൊമ്പല്ല്.
ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? ശരീരത്തിലെ പ്രധാന വിസർജനാവയവം വൃക്കയാണ്, വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം, അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്, ജീവകം സി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് പദ്ധതി. ഉഷസ്. തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയ അതിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? തൊണ്ടമുള്ളിന് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ബാക്ടീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വലയാണ് കേട്ടോ, ഉജ്ജ്വല, ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ് കേട്ടോ, തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്, കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ ആണ്, മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമേത്? ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്, അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാകുന്നത്, ഓക്സിജൻ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര, തന്മാത്ര. ഇത് ഇപ്രകാരം കണ്ടോ, ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണികയാണ് ആറ്റം എന്നൊക്കെ തെറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ശ്രദ്ധിച്ച് നോക്കുക. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത്, കാൽസ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണ്? ഹൈഡ്രജനും കാർബണും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1ഉം 2ഉം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. താഴെ തന്നിട്ടുള്ളതിൽ ഹൈഡ്രജനും കാർബണും ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? പച്ചയും ചുവപ്പും ചേർന്നാൽ ഏത് നിറമാണ് കിട്ടുക? മഞ്ഞയാണ് കേട്ടോ ലഭിക്കുന്നത്, മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? ഘർഷണ ബലമാണ്, ഘർഷണ ബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്, ബുധൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം, വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വികിരണം എന്നാണ്, വികിരണം. ഇനി ഏത് സ്ഥലത്താണ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കുന്നത്? വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തായിരിക്കുമ്പോഴാണ് കേട്ടോ. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തായിരിക്കുമ്പോൾ വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിവൈസ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.